യജമാനന്റെ മൃതദേഹം ആംബുലൻസിലേക്ക് കയറ്റുമ്പോൾ ഒപ്പം വാഹനത്തിലേക്ക് ഓടിക്കയറുന്ന ഒരു നായയുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. കാണുന്ന ഏതൊരാളുടെയും കണ്ണുകളെ ഈറനണിയിക്കുന്നതാണ് ആ ദൃശ്യങ്ങൾ. ഒക്ടോബർ 31 69 വയസ്സുകാരനായ തിരുവല്ല മേപ്രാൽ സ്വദേശി PM മാത്യു മരിച്ചത്. അന്നു മുതൽ അദ്ദേഹത്തിൻ്റെ വളർത്തുനായായ ടൈഗറും വലിയ വിഷമത്തിൽ തന്നെയാണ്. ഇപ്പോൾ PM മാത്യുവിൻ്റെ ഭാര്യ നമുക്കൊപ്പം ചേരുകയാണ്. ഇവനെ തെരുവിൽ നിന്ന് ഈ വഴി അച്ഛൻ എടുത്തുകൊണ്ട് വന്ന് 4 വർഷത്തിന് മുമ്പ്. അന്ന് മുതൽ ഇവനെ ഭയങ്കര സ്നേഹത്തോടാണ് വളർത്തിയത്. അവന് ഇഷ്ടപ്പെട്ട ആഹാരവും കൊടുത്ത് ഉരുട്ടി അവന് ചോറ് കൊടുക്കുന്നത്. എല്ലാവരും വഴക്ക് പറയും അങ്ങനെ കൊടുക്കല്ല, എന്നാലും താച്ചാൻ അങ്ങനെ കൊടുക്കത്തുള്ളൂ. പിന്നെ അസുഖമായ പിന്നെ ഇവനെ മാറ്റിയത്. അന്നേരം അസുഖമായപ്പോൾ അവനെ റൂമിൽ കയറ്റത്തില്ലായിരുന്നു. അവൻ രാവിലെയും വൈകിട്ടും വന്ന് താച്ചാനെ നോക്കുമായിരുന്നു. നോക്കിയാൽ അവൻ ഈ തിണ്ണയുടെ ഒരു സൈഡിൽ പോയി അങ്ങ് ഇരിക്കും. അത് കഴിഞ്ഞ് ഇവനങ്ങ് ഭയങ്കര വിഷമമായിരുന്നു. അങ്ങനായി പിന്നെ മരണത്തോട് അടുത്ത സമയത്തേക്ക് അവൻ ഈ ജനലിൻ്റെ മണ്ടയ്ക്ക് കയറി ഇന്നങ്ങ് എന്നും നോക്കി ഇന്നങ്ങ് ഭയങ്കര കരച്ചിലായിരുന്നു. അന്നേരമൊക്കെ ഞങ്ങൾ മോനെ കുഴപ്പമില്ലടാന്നൊക്കെ പറഞ്ഞാലും അവന് വലിയ വിഷമമായിരുന്നു. മരിച്ച അന്നാണെങ്കിൽ ഒക്ടോബർ 2 ആയിരുന്നു ആച്ചാൻ്റെ ശവസംസ്കാരത്തിൻ്റെ ഇതിനു വേണ്ടി ഞങ്ങൾ രാവിലെ തന്നെ ഇവനെ റൂമിനകത്ത് അങ്ങേപ്പുറം ഒരു റൂമിനകത്ത് പൂട്ടിയിട്ടു. അതിൻ്റെ കതവെല്ലാം വലിച്ചു പറിച്ച് കളഞ്ഞേച്ച് അവൻ ഈ മതിലും ചാടി ആംബുലൻസിൻ്റെ ഞങ്ങൾ അങ്ങോട്ട് കയറിക്കൊണ്ടിരുന്ന സമയത്ത് ഇവന് ഓടി വന്ന് കയറി. പിന്നെ ഇവനെ ആരോ പിടിച്ചങ്ങ് മാറ്റി. അന്ന് മുതൽ ഇവൻ മൗനമാണ്, അവനും മിണ്ടത്തുമില്ല. ഈ റൂമിനകത്ത് തന്നെ താച്ചാൻ കിടന്ന് ആ കട്ടിലെ പോയി കിടക്കുക, ഉറങ്ങുക, അത് മാത്രമേ ഉള്ളൂ. എങ്ങോട്ടും ഇറങ്ങത്തുമില്ല. ഇപ്പോൾ തീരെ കുഞ്ഞായിരുന്നപ്പം അദ്ദേഹം കൊണ്ടുവന്നാണല്ലേ? കണ്ണുപോലും തുറക്കാത്ത പരുവത്തിൽ ഇവനെ കൊണ്ടുവന്നതാണ്. അന്ന് മുതൽ താച്ചാൻ്റെ കൂടെ കിടത്തുകയും സന്ധ്യ ആകുന്നോടനെ കഴിപ്പ് കഴിഞ്ഞേച്ച് കൊണ്ടുപോയി കിടത്തും. ഇങ്ങോട്ട് പാടാന്ന് വിളിച്ചാൽ മതി, അന്നേരം ഓടിച്ചെന്ന് കട്ടിലേക്ക് കയറി കിടക്കും. 6 മണി വരെ താച്ചാൻ്റെ കൂടെ കിടക്കും. രാത്രി മുഴുവൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഉറങ്ങിക്കൊണ്ടിരുന്നു. രാത്രി മുഴുവൻ നേരം വെളുക്കുന്നിടം വരെ താച്ചാൻ്റെ കൂടെ കിടക്കുന്നു. അങ്ങനെ സ്നേഹമുള്ളൊരു പട്ടിയായിരുന്നു. താച്ചാൻ പോയ പിന്നെ അവനങ്ങ് മൗനം. അദ്ദേഹത്തിന് വയ്യാതായതിനു ശേഷമാണ് പിന്നെ റൂമിലേക്ക് കയറ്റാതായതല്ലേ? വയ്യാതായപ്പോൾ ഓഗസ്റ്റ് മാസം കഴിഞ്ഞ പിന്നെ ആച്ചാനൊരു ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ പിന്നെ ആ റൂമിലോട്ട് കയറ്റത്തില്ലായിരുന്നു. ഡോക്ടർമാർ പറഞ്ഞു പട്ടിയുടെ ഇത്. അങ്ങനെ അവനെ കയറ്റാതായത്. അതുവരെ താച്ചാൻ്റെ കൂടെ തന്നെയായിരുന്നു. റൂമിലേക്ക് കയറ്റാതായപ്പോഴും റൂമിൻ്റെ വാതിക്കൽ പോയി വന്ന് രാവിലെ വൈകിട്ട് നോക്കും. ദയനീയമായി നോക്കുന്ന കാണുമ്പോൾ നമുക്കങ്ങ് സങ്കടം വരും. മോനെ അങ്ങ് പൊക്കോടാന്നിങ്ങനെ കൈ കാണിക്കും. അവനിറങ്ങി ഈ തിണ്ണെ വന്ന് ഇരിക്കും. അങ്ങനെ മരിക്കുന്നതിൻ്റെ അന്നൊരു ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ജനലെ റൂമിൽ കയറ്റത്തില്ലല്ലോ, ആ റൂമിൻ്റെ ആ സൈഡ് ജനലെ വന്ന് കൈ പിടിച്ചോണ്ട് നിന്ന് ഭയങ്കരമായിട്ട് അങ്ങ് കരഞ്ഞു. വെളിയിൽ നിന്ന് കരച്ചിലൂടെ കരച്ചിലായിരുന്നു. എന്തിനാടാ കരയാൻ ചോദിച്ചപ്പോഴും അവൻ പിന്നെ എല്ലാവരും കൂടെ അവനെ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങ് മാറ്റി പട്ടി അങ്ങ് ഓടിച്ചു വിട്ടു. അല്ലാതെ കണ്ട് അവന് ആച്ചാനെന്നും പറഞ്ഞ് അങ്ങ് ഭയങ്കര സ്നേഹത്തിലാണ് അവനെ വളർത്തിയത്. താച്ചാൻ തന്നെയാണ് രാവിലെ വൈകിട്ട് ഉച്ചയ്ക്ക് എല്ലാം ചോറ് കൈ കൊണ്ട് ഉരുട്ടി അവൻ്റെ വായി വെച്ച് കൊടുക്കും. അന്നേരം എല്ലാവരും വഴക്ക് പറയും അങ്ങനെ കൊടുക്കല്ലോ പാപ്പി എന്ന് പറഞ്ഞാൽ കേൾക്കത്തില്ല. ആച്ചാൻ അങ്ങനെ ഇവനെ വളർത്തിയത്. മുറിയിൽ നിന്ന് ഇങ്ങോട്ട് എടുത്തപ്പോഴത്തേക്ക് ഇവൻ മുറ്റത്ത് കിടന്നങ്ങ് ഭയങ്കര കരച്ചിലായിരുന്നു. കൂട്ടിയിട്ടിരുന്ന തൊടല് പൊട്ടിച്ച് കൂട്ടിയിൽ നിന്ന് ഇറങ്ങി വന്നാണ്. ബെൽറ്റും എല്ലാം കളഞ്ഞ വന്ന് ആംബുലൻസിൽ ചാടി കയറി. ആച്ചാനെ ഒന്ന് കാണാനോ എന്തോ നമുക്ക് അറിയാലും ആംബുലൻസിൽ കയറിയായിരുന്നു അവന്. ഇപ്പോഴും അദ്ദേഹം കിടന്നുകൊണ്ടിരുന്ന റൂമിൽ കട്ടിലേ പോയി കിടക്കും. കുളിയെല്ലാം കഴിഞ്ഞ ഉടനെ ആ കട്ടിലേ കിടന്ന് ഉറങ്ങുന്നു. അതിൽ പിന്നെ അവന് മാവിന് എങ്ങോട്ടും പോത്തുമില്ല, ഈ റൂമിൽ തന്നെ ഇരിപ്പാണ്. ടൈഗർ ആംബുലൻസിലേക്ക് ഓടിക്കയറുന്ന ആ ദൃശ്യം ചിത്രീകരിച്ച വ്യക്തിയാണ് എനിക്കൊപ്പമുള്ളത്. ജോബിൻ എന്നാണ് പേര്. ചേട്ടാ, അന്ന് ആ വീഡിയോ എടുക്കാനുണ്ടായ ഒരു സാഹചര്യം എന്താണ്? വീഡിയോ എടുക്കാനുണ്ടായ സാഹചര്യം സത്യത്തിൽ നമ്മളൊരു 3-4 മാസമായിട്ട് ഈ വീട്ടിൽ റെഗുലർ വന്നുകൊണ്ടിരുന്നതാണ്. കാര്യം അച്ചായനൊരു 4 മാസത്തോളമായിട്ട് സിക്കായിരുന്നു. ഹോസ്പിറ്റലിലെ വീട് അങ്ങനെ ഒരു രീതിയിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അന്നേരം നമുക്ക് ഈ വീടുമായിട്ടുള്ള ബന്ധമെന്ന് പറയാൻ നമ്മുടെ ചർച്ചിലെ മെമ്പറാണ്. അന്നേരം നമ്മൾ ചർച്ചിലുള്ള ഞങ്ങൾ സഹോദരങ്ങൾ ഫ്രീക്വൻ്റായിട്ട് ഈ വീട്ടിൽ വന്നുകൊണ്ടിരിക്കും.
വീട്ടിൽ വരുമ്പോൾ ടൈഗറുണ്ട്. തങ്കച്ചാൻ്റെ ഏറ്റവും അടുത്ത് തന്നെ ടൈഗറുണ്ട് എല്ലാ സമയങ്ങളിലും. നമുക്ക് ആ ബന്ധം നേരത്തെ തൊട്ടേ അറിയാം. സംസ്കാരത്തിൻ്റെ അന്ന് ടൈഗറിനെ വെളിയിൽ എങ്ങും കണ്ടിട്ടില്ല. ടൈഗറിനെ ഒരു റൂമിലിട്ട് പൂട്ടിയിട്ടേക്ക്. കാര്യം വേറെ ഒന്നുമല്ല, അവൻ ബഹളം ഉണ്ടാക്കുക എന്നുള്ള ഒരിതിൽ. ബോഡി ഇവിടുന്ന് എടുത്ത് ആംബുലൻസിലോട്ട് വെച്ചു. ബാക്കി ബൊക്കയും ബാക്കി കാര്യങ്ങളും ഒക്കെ എടുത്ത് വെക്കുന്ന ടൈം ആയപ്പോഴത്തേക്ക് ഇവൻ എങ്ങനെയോ വെളിയിൽ ചാടി. അന്നേരം നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, ആ കോളറിൽ അതിൻ്റെ ഒരു കോളറുണ്ടല്ലോ, ബെൽറ്റ് ഇല്ല. പുള്ളി ടോട്ടലി ഫ്രീ ആയിട്ടാണ് ചാടുന്നത്. അന്നേരം ആൾക്കാർ വണ്ടിയിലോട്ട് കയറാൻ ചെല്ലുമ്പോഴത്തേക്ക് ബാക്കി ആൾക്കാർ ഇവനെ തടസ്സപ്പെടുത്താനൊക്കെ നോക്കുന്നുണ്ട്. പക്ഷേ പുള്ളിക്കാരൻ ചാടി അകത്ത് കയറി. അന്നേരം ഇവൻ വെളിയിൽ വന്നു എന്നുള്ള ഒരു മൊമെൻറ്റ് നമുക്ക് മനസ്സിലായപ്പോൾ തൊട്ട് എൻ്റെ ഫോക്കസ് ഇവനിലോട്ടായി. ഞാൻ ഫോണൊന്ന് ഓൺ ചെയ്ത് ഒന്ന് പിടിച്ചു. നമുക്ക് ഒരു പരിധി കൂടുതൽ ആ ഒരു ഫോക്കസ് ചെയ്ത് വിഷ്വൽ ചെയ്യാൻ പറ്റത്തില്ല, കാര്യം ആ ഒരു സിറ്റുവേഷൻ അല്ലല്ലോ അവിടെ. പക്ഷേ ഞാനൊന്ന് ക്യാമറ ഓൺ ചെയ്ത് പിടിച്ചു. കാര്യം ഇത് മറ്റുള്ളവരിലേക്ക് എത്തേണ്ട ഒരു മെസ്സേജ് അതിലുണ്ട്. ഒരു മൃഗവും ഒരു മനുഷ്യനും തമ്മിൽ ഇത്രയേറെ ആത്മബന്ധം നിലനിർത്തുക എന്ന് പറയുന്നതിൽ ഒരു വലിയൊരു മെസ്സേജ് ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ വീഡിയോ വെളിയിലോട്ട് വരാൻ തുടങ്ങിയത്. താങ്കൾ പങ്കുവച്ച ആ വീഡിയോ അപ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ അത് കണ്ടു കഴിഞ്ഞു. വലിയൊരു കണ്ണുനീരോട് കൂടി തന്നെയാണ് എല്ലാവരും ആ ഒരു വീഡിയോ കാണുന്നത്. അത് കാണുമ്പോൾ ഏതൊരാൾക്കാണെങ്കിലും മാനസികമായ ഒരു ബുദ്ധിമുട്ട് തോന്നും. ഞാനും ഏകദേശം ആ ഒരു അവസ്ഥയിൽ തന്നെയാണ് നിൽക്കുന്നത്. ഒരു വശത്ത് വീഡിയോ ആൾക്കാരെല്ലാം കണ്ടതിൻ്റെ അല്ലെ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു സന്തോഷമുണ്ട്. പക്ഷേ ഞാൻ എവിടെ നിന്നാണ് സംസാരിക്കുന്നതെന്ന് എനിക്ക് കൃത്യമായ ധാരണയുണ്ട്. മരണം നടന്നു ഏകദേശം ഒരു 40 ദിവസമായ ഒരു വീട്ടിൽ, അതും ഞാനുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഞങ്ങളുടെ തന്നെ ഒരു ഭവനത്തിലാണ് നിൽക്കുന്നത്. പക്ഷേ അതിലൊരു വലിയ മെസ്സേജ് ഉള്ളത് കൊണ്ട് ആ കുടുംബത്തിലുള്ളവരും അത് ഈ ഒരു വീഡിയോയുടെ കേസ് വളരെ സന്തോഷത്തോടു കൂടെ തന്നെയാണ് അവരും സ്വീകരിച്ചേക്കുന്നത്. അദ്ദേഹത്തെ തങ്കച്ചിപ്പാപ്പി എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹം വളർത്തിയ ഈ നായ ചെറുപ്പം മുതൽ കൂടെ ഉണ്ടായിരുന്നതാണ്. അദ്ദേഹത്തിൻ്റെ മരണസമയത്ത് അവർ പുറകിലൊരു റൂമിൽ അതിനെ പിടിച്ച് പൂട്ടിയിട്ടേക്കുമായിരുന്നു. അത് എടുക്കുന്ന സമയമായപ്പം, ഡെഡ് ബോഡി എടുക്കുന്ന സമയമായപ്പം അതെങ്ങനെയോ അത് പൊട്ടിച്ച് ഈ മതിലിയാടി അതവിടെ വരുമ്പോൾ ഞാൻ ആ ആംബുലൻസിൻ്റെ അങ്ങേ സൈഡിൽ ഞാൻ നിൽപ്പുണ്ട്. ഈ സംഭവം ഞാൻ നേരിട്ട് കണ്ടതാണ്. അപ്പോൾ ഇതാ താഴെക്കൂടെ വന്ന് വെച്ച് കയറി തങ്കച്ചിപ്പാപ്പയുടെ ഡെഡ് ബോഡിയുടെ അടുത്ത് വരെ വന്നു, തലഭാഗത്ത് വന്ന് നിന്നിട്ട് അപ്പം സോണി പുള്ളിയുടെ മകൻ അതിനെ സ്നേഹത്തോടെ തന്നെ പിടിച്ച് പുറമോട്ടിറക്കി. താഴോട്ടിറക്കിയപ്പം മറ്റാരോ അതിനെ എന്തോ ചെയ്ത പോലെ എനിക്ക് തോന്നി. പക്ഷേ അത് നേരെ കിഴക്കോട്ട് അത് ഓടിയത്, കുറച്ച് ദൂരം അത് ഓടിയിട്ട് അത് തിരിച്ച് ഈ ആംബുലൻസിൻ്റെ പുറകെ ഓടി. കുറച്ച് ദൂരം ഓടിയിട്ട് പിന്നെ അത് തിരിച്ച് വന്ന് ഈ സിറ്റൗട്ടിൽ കിടക്കുമായിരുന്നു. ആംബുലൻസിൻ്റെ പുറകെ കുറേ ദൂരം ഓടി അത് തിരിച്ച് വന്നിട്ട് ഇവിടെ ഈ സിറ്റൗട്ടിൽ ഇവർ മടങ്ങി വന്നപ്പം സംസ്കാരം കഴിഞ്ഞവർ മടങ്ങി വരുമ്പോൾ ഇവിടെ സിറ്റൗട്ടിലുണ്ടത്. ഇപ്പോഴും അത് അങ്ങനെ ശേഷം ഞങ്ങൾ ഈ റോഡിൽ കൂടെ പോകുമ്പോൾ കാണാറുണ്ട്. ഇതിന് മൗനമാണ് ആ പട്ടി. പുള്ളി മീൻ പിടിക്കാനൊക്കെ പോകുമ്പോൾ ഇത് കൂടെയുണ്ട്. പുള്ളി ഇതിൻ്റെ തൊട്ടപ്പുറത്ത് വയലാണ്. ആ സ്ഥലത്ത് മിക്കവാറും ദിവസങ്ങളിൽ ഉച്ച സമയത്ത് പുള്ളി വലയിടാനായിട്ട് പോകും. വെള്ളത്തിലല്ല ഇറങ്ങിപ്പോയി വലയിടും. അപ്പം ഈ നായ എപ്പോഴും കരയിലുണ്ടത്. പുള്ളിയുടെ ഒരു സംരക്ഷകനായിട്ട് തന്നെ എപ്പോഴും പുള്ളിയുടെ കൂടെ ഉണ്ട ഒരു നായയാണിത്. നവംബർ 2-ാം തീയതിയാണ് PM മാത്യുവിൻ്റെ സംസ്കാര ചടങ്ങുകൾ നടന്നത്. ദിവസങ്ങൾ ഇത്രയും കഴിഞ്ഞെങ്കിലും യജമാനൻ്റെ വേർപാടിൻ്റെ ആ ഒരു ദുഃഖത്തിൽ തന്നെയാണ് ടൈഗർ ഇപ്പോഴുമുള്ളത്. തിരുവല്ല മേപ്രായിൽ നിന്നും അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.